സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ടാൽറോപ്പ് റിപ്പോർട്ടർ എഡ്യൂക്കേഷൻ കോൺക്ലേവിനെ ഏറ്റെടുത്ത് ഭീമാപള്ളി. അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയത്തിൽ തിരുവനന്തപുരം ഭീമാപള്ളിയിൽ സംഘടിപ്പിച്ച കോൺക്ലേവ് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ കോൺക്ലേവിൽ ടെക്നോളജിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തേക്ക് പുതുതലമുറയെ പാകപ്പെടുത്തിയെടുക്കേണ്ടതിന്റെ അനിവാര്യത സജീവ ചർച്ചയായി. ടാൽറോപ്പ് റിപ്പോർട്ടർ ടിവിയുടെ സഹകരണത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ ഭാഗമായി ഭീമാപള്ളിയിൽ നടന്ന കോൺക്ലേവ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തം കൊണ്ടും പ്രമുഖ വ്യക്തിത്വങ്ങൾ നയിച്ച ചർച്ചകളാലും ശ്രദ്ധേയമായി. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കേരളത്തിലെ ഈ സ്പേസസ് എന്നുള്ള കമ്പനി എങ്ങനെയാണ് ലോകത്തെ ടെക്നോളജി നിയന്ത്രിക്കുമ്പോൾ ആ ലോകത്തേക്ക് രക്ഷാകർതൃ വിദ്യാർത്ഥി സമൂഹത്തെ സജ്ജരാക്കുകയാണ് കോൺക്ലേവ് ലക്ഷ്യമിട്ടത്. ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ഭീമാപള്ളിയിലും എഡ്യൂക്കേഷൻ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. കോൺക്ലേവിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം, അതിൽ ഭൂരിഭാഗം ആളുകളും യുവജനങ്ങളാണ് എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ യുവജനങ്ങൾ അത്തരമൊരു നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി മുന്നോട്ട് വരുന്നു എന്നത് എത്ര തന്നെ അഭിനന്ദിച്ചാലും നമുക്ക് വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും, ടാൽറോപ്പിൻ്റെ എല്ലാ വ്യക്തിത്വങ്ങൾക്കും, നമ്മുടെ മെൻറ്റേഴ്സ് മുതൽ ഇതിൻ്റെ സംഘാടകരായി ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാവർക്കും നമുക്കൊരു കയ്യടി കൊടുക്കാം. യെസ്, അതുപോലെ റിപ്പോർട്ടർ TV കൂടി, റിപ്പോർട്ടർ ചാനൽ കൂടി അതിൽ സംയുക്തമായിട്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് നികത്തി ഇൻഡസ്ട്രിയെ അറിഞ്ഞു പഠിക്കുന്നതിനുതകുന്ന എഡ്യൂക്കേഷണൽ ഇക്കോസിസ്റ്റം കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുകയാണ് ടാൽറോപ്പ്. ഭാവി ടാലന്റുകളെ വാർത്തെടുക്കുന്ന ഇത്തരമൊരു ഇക്കോസിസ്റ്റത്തിലേക്ക് വിദ്യാർത്ഥി രക്ഷാകർതൃ സമൂഹത്തെ ഭാഗമാക്കുകയാണ് എഡ്യൂക്കേഷൻ കോൺക്ലേവിലൂടെ. AI-യുടെയും റോബോട്ടിക്സിന്റെയും കാലത്ത് ടെക്നോളജി വിദ്യാഭ്യാസത്തിന് നൽകേണ്ട പ്രാധാന്യം, കുട്ടികളുടെ അഭിരുചികൾ തിരിച്ചറിയുന്നതിന് അധ്യാപക രക്ഷാകർതൃ സമൂഹം സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ആശയങ്ങൾ പങ്കുവച്ചു. സ്കൂൾ പഠനകാലത്ത് തന്നെ കരിയർ മേഖല കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലൈഫോളജി ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ രാഹുൽ ഈശ്വർ. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ തെറ്റായ കോളേജും കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ടാൽറോപ്പ് എന്ന കേരളത്തിലും ഇന്ത്യയിലും വലിയൊരു എഡ്യൂക്കേഷൻ റവല്യൂഷൻ നടത്തുന്ന പ്രസ്ഥാനവും ലൈഫോളജി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിംഗ് ഓർഗനൈസേഷനും ഒരുമിച്ച് ചേർന്ന് വിദ്യാർത്ഥികളുടെ കരിയർ ഗൈഡൻസ്, ലൈഫ് ഗൈഡൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത്. മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ ടെക്നോളജി വലിയ അവസരങ്ങളാണ് തുറന്നിടുന്നതെന്ന് റിപ്പോർട്ടർ TV ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആൻഡ് ഡിജിറ്റൽ സെയിൽസ് ഹെഡ് മിഥുൻ രാജ് RJ. ടെക്നോളജിയിൽ നമ്മൾ പിന്നോട്ട് പോയാൽ ഈ കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഈ ലോകത്ത് നമ്മൾ പുറകോട്ടായിരിക്കും പോവുക. നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, പക്ഷേ ജോലി ചിലപ്പോൾ കിട്ടണമെന്നില്ല. കേരളത്തെ ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ആസ്ഥാനമാക്കുന്ന വിധത്തിൽ ടാൽറോപ്പ് വികസിപ്പിച്ചെടുക്കുന്ന ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് ടാൽറോപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോൺസ് ജോസഫ്. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ടാൽറോപ്പ് കേരളത്തിൻ്റെ എല്ലാ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഏകദേശം 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമായിട്ട് വിവിധ പ്രൊജക്റ്റുകളും സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും ചെയ്ത് ഒരു സ്റ്റാർട്ടപ്പിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ രംഗത്തെ അതിനൂതന സാധ്യതകളിൽ പ്രത്യേക പരിശീലനം നേടി കരിയർ കണ്ടെത്താൻ അവസരമൊരുക്കുന്ന ടാൽറോപ്പിന്റെ പുതിയ പ്രോജക്ട് സ്കൂൾ ഓഫ് കൺസ്ട്രക്ഷന്റെ ലോഞ്ചും കോൺക്ലേവിൽ നടന്നു. പ്രശസ്ത നടിയും ടെലിവിഷൻ അവതാരകയുമായ ഡയാന ഹമീദ് മോഡറേറ്ററായ കോൺക്ലേവിൽ ചിരിയും ചിന്തയുമായി പ്രശസ്ത പാരന്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് അഭിഷാദ് ഗുരുവായൂർ, ടാൽറോപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് ടെക്നോളജി ഓഫീസർ സ്വാബിർ നജുമുദ്ദീൻ, ടാൽറോപ്പ് ഫിസിക്സ് ടീം ലീഡ് മുഹമ്മദ് ഹഫീസ് എനസ്, ടാക്സ് വാലി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിമ്യ VP, ടാൽറോപ്പ് പ്രോജക്ട് മാനേജർ ഗായത്രി ദേവി R, വൈസ് ടോക്കീസ് കോർഡിനേറ്റർ അനഘ അശോക് തുടങ്ങിയവരും സംസാരിച്ചു.
റിപ്പോർട്ടർ തിരുവനന്തപുരം.